ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മീറ്റിനകത്ത് ഉണ്ടായിരുന്ന മെമ്മറികൾ ഓർത്തു പറയുക എന്നതായിരുന്നേ. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും ഒരു സൈഡിൽ നമ്മുടെ ഷാനവാസ്, ലക്ഷ്മി, സാബുമോനൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മറു സൈഡിലാണെങ്കിൽ നമ്മുടെ അനുമോൾ ഇരിപ്പുണ്ട്. അനുമോളുടെ കയ്യിൽ എന്തോ തുമ്പിയം കാണാൻ തോന്നുന്നു വന്ന് ഇരിപ്പുണ്ടേ. അതിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു കിളി പോയ ഒരവസ്ഥയിലേക്ക് അനുമോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അനുമോളുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നമ്മുടെ ആദിലയും നൂറയും ഉണ്ട്. ഇവര് അനുവിന്റെ അടുത്ത് മിണ്ടാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലേ അനുവിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇതിനിടയിൽ ആദിലയും നൂറയും വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മോർണിംഗ് ടാസ്ക് കൊടുത്ത സമയത്ത് നമ്മുടെ അനുമോള് നമ്മുടെ പേര് പറഞ്ഞില്ലല്ലോ. അനുമോള് പറഞ്ഞത് നമ്മുടെ അപ്പാനിയുടെ ഒപ്പം ജയിലിൽ നിന്ന കാര്യമൊക്കെയാണ് അനുമോള് പറഞ്ഞത്. ആദില നൂറ റിലേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അനുമോള് പറഞ്ഞിട്ടില്ല. അപ്പോഴ് ആദിലയുടെ അടുത്ത് നമ്മുടെ നൂറ പറയുന്നുണ്ട്, ഇവിടെ ആർക്കും നമ്മളുടെ അടുത്ത് അങ്ങനെ ആത്മാർത്ഥ ഒരു സ്നേഹമൊന്നും ഇല്ല എന്നൊക്കെ കിച്ചന്റെ അടുത്ത് നിന്നിട്ടാണ് പറയുന്നത്. ആദിലയും നൂറയും പറയുന്നത് മഴയത്ത് എല്ലാവരും കൂടി കളിച്ചിരുന്ന ആ ഒരു കാര്യമൊക്കെ തന്നെയാണ്. എന്നാൽ അനുമോള് അവരെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ചെറിയൊരു വിഷമം. ഇന്നലെ ബിഗ് ബോസ് വീണത്ത് നടന്നതൊക്കെ അത്യാവശ്യം നല്ല പ്രശ്നമൊക്കെ തന്നെയാണ്. അതിന്റെ തുടർച്ചയാണ് നീ കാണുന്നതൊക്കെ. അനുമോളും ആദിലയും നൂറയും നമ്മൾ ആ ഒരു സൗഹൃദത്തിൽ പോലും കാര്യമായ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. 1-2 ദിവസമായിട്ട് അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബിബി വീട്ടിൽ കാണുന്നത്. ഇനിയിപ്പോ ഈ സൗഹൃദത്തിന്റെ പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി വരുന്ന എപ്പിസോഡൊക്കെ കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം ഇനിയൊരു എനിക്ക് തോന്നിയതുകൊണ്ട് 3 ആഴ്ച എങ്ങാണ്ട് ബാക്കിയുള്ളൂ. മിക്കവാറും ഈ ഒരു വീക്കെൻഡിൽ നമ്മുടെ അനുമോള് എയറിലായിരിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്.